അയ്യോ മമ്മൂട്ടി 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 പറഞ്ഞ വീഡിയോ കേൾക്കണം. കേട്ടിട്ട് അതിന് അതിനടുത്താണെന്ന് പറഞ്ഞ് കള്ളത്തിന് നിൽക്കുന്നത് നമുക്കൊന്നും അറിയാൻ നിൽക്കുന്നല്ല, എല്ലാം നമ്മൾ നിൽക്കുന്നത് നമ്മൊന്നും അറിയാത്തൊന്നും നിൽക്കുന്നൊന്നല്ല. ഓ ആ നമ്മളത് പൈസെല്ലാം പറഞ്ഞു എന്ന് കുറവില്ല, അതുമാത്രം ഒരു കുറവ്, വേറെ ഒരു കുറവില്ല. ഓ അത് മനസ്സിലാക്കാം. മമ്മൂട്ടി പറഞ്ഞ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്, അതിൻ്റെ മറുപടി നമുക്ക് ഇപ്പോൾ തന്നെ പറയും. ആയാലും ശരി, ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും കിട്ടുന്ന ലൈക്കും ഒക്കെ കഴിച്ചാണ് നമ്മളിപ്പോൾ തൽക്കാലം ജീവിച്ചു പോകുന്നത്. കുറേ കഴിയുമ്പോൾ ലൈക്കും ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ജീവിക്കും എന്നുള്ളതിനെ പറ്റി ഒന്ന് ആലോചിക്കണം. കാലത്തും വൈകുന്നേരം ഒരു 10-40 ലൈക്കും ഉണ്ട്, കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ 1 കിലോ അരി കിട്ടും എന്ന് വിചാരിച്ച് ലൈക്കിന് വേണ്ടി കാലത്ത് മുതൽ വൈകുന്നേരം വരെ കാത്തുകുത്തിയിരിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും പാടത്ത് കുത്തി വെച്ചാൽ വൈകുന്നേരം ഉണ്ണാനുള്ള അരിയെങ്കിലും ഉണ്ടാകും. ഈ ലൈക്ക് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. മമ്മൂട്ടി പറഞ്ഞെല്ലാം കണ്ടില്ലേ, മമ്മൂട്ടി പറഞ്ഞെന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ആരും ഇതാക്കുന്നത് എല്ലാവരും ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്കില് അതിലെല്ലാം അഭിനയിച്ചിട്ട് ലൈക്ക് മേങ്ങുന്ന സമയത്ത് പണിക്ക് പോയിക്കൂടെ, എന്തെങ്കിലും തിന്നാൻ കിട്ടും. മമ്മൂട്ടി പറഞ്ഞ മമ്മൂട്ടി പറയാണ്ടത് എല്ലാവരും കേട്ടോ. നമ്മള് ഒരു മമ്മൂട്ടിനെ സിനിമ കാണാൻ പോകാനാണ് 1000 ചെലവുണ്ട്. അന്നത്തെ കൂലി പോയി, അന്നത്തെ നമ്മളെ പോയി, അന്നത്തെ പണി പോയില്ലേ, അന്നത്തെ സമയം പോയി, എല്ലാം പോയി. 1000 ചെലവായി, എത്ര ചെലവായി. ആ പൈസ നമ്മൾ എന്തെല്ലാം പറ്റും, ചെലവയ്യും. അപ്പൊ നമ്മൾ സിനിമയ്ക്ക് പോയില്ലാന്ന് മമ്മൂട്ടിയാവോ? ഒരിക്കലോ എല്ലാവരും പാടും മമ്മൂട്ടിനെ സിനിമ കാണുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ചെയ്ത് ആര് പോകുന്ന പിന്നെ 1000 ചെലവാക്കിയിട്ട് നമ്മളെ പോയി, കൂലി പോയി, എല്ലാം പോയി, വെണ്ണേരമാണ് പോയി. 2-3 മണിക്കൂർ സമയം കഴിഞ്ഞ് അല്ല 3 മണിക്കൂർ വെണ്ണയാണ് പോയി. ശമ്പളം കിട്ടുന്നില്ലേ? അത് മമ്മൂട്ടിക്ക് ആലോചിക്കണം. ഇങ്ങനെ പറയാനാ അല്ല, പറഞ്ഞതിലൊരു അർത്ഥമാണ്. പണമുണ്ട്, കാണുന്നുണ്ട്, ആളുണ്ട്, മാളുണ്ട് പറഞ്ഞിട്ട് നാലാള് മുമ്പിലും വൈക്കല് മുമ്പിലും എന്തും പറയാനുള്ള കാണുന്നത് ആർക്കുമില്ല, ലോകത്ത് ആർക്കുമില്ല, നമുക്കുമില്ല. നമ്മളെ വാണത്തിനൊന്നും വന്നാൽ ഒന്നും വെല്ലുവിളിക്കണം, അന്ന് തന്നെ. മമ്മൂട്ടിക്ക് വലിയ ആളെന്ന് പറഞ്ഞ് ഇങ്ങനെ പറയാനാ നമ്മളെ കുറ്റം പറയാനാ അല്ല, അത് കേട്ട് എന്നെ കുറ്റം പറയാ, നമ്മളെ കുറ്റം പറഞ്ഞാണ്. അത് കേട്ടേക്കുന്നില്ല, അവർക്ക് നേരെ മനസ്സിലായിട്ട് മനസ്സിലായി. മമ്മൂട്ടി എന്ന് പറഞ്ഞാലും വലിയ വലിയ ആളാണ് എന്ന് പറഞ്ഞാലും നമ്മളെ കഴിവ് തെളിയിക്കാൻ ഇൻസ്റ്റാഗ്രാമില് നമ്മൾ തെളിയിക്കും. എത്ര ആള് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഇന്ന് ഫിലിമിൽ അഭിനയിക്കുന്നത്, അതൊന്നും മമ്മൂട്ടിക്ക് അറിഞ്ഞിട്ടേ ഇല്ല. അതൊന്നും അറിഞ്ഞിട്ടില്ല. മമ്മൂട്ടി പഴയ കാലല്ല, ഇപ്പോഴത്തെ കാലല്ല. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മമ്മൂട്ടി ഉണ്ട്. ഞാൻ ജനിക്കുമ്പോ മമ്മൂട്ടി ഇതെല്ലാം നമ്മൾ ഈ കാലത്ത് ജീവിക്കുന്നതല്ല. അതെല്ലാം ജീവിക്കും, നമ്മൾ ഇതേ പറ്റുള്ളൂ. മമ്മൂട്ടിയാണ് മമ്മി പഴയ കാലത്തില്ല. നമ്മ പഴയ കാലത്ത് മൊബൈലില്ല, ഇല്ല, ഒരു TV, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതേ ഉള്ളൂ. ഇപ്പം അതല്ല, ഇപ്പൊ കാലം മാറി മമ്മൂട്ടി സിനിമയിൽ അഭിനയിക്കാൻ പോരാ. ഗോതമ്പ് എന്തിനറിയാം, ലോകത്തിലോട്ട് അറിയാം. വെറും സിനിമയിൽ എല്ലാം ആക്കി കൂട്ടുന്നല്ല, വില്ലനായിട്ട് എന്തിനും അറിഞ്ഞിരിക്കണം. ആവട്ടെ, ഇനി കുട്ടികൾക്കാണ് ധനിക്കട്ടെ.